പുതിയ കേരളം, പുതിയ വായന, പുതിയ മനോരമ. മാറ്റത്തിന്റെ രുചിയറിഞ്ഞു വായിക്കാം നമ്മുടെ സ്വന്തം മലയാള മനോരമ. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ഗായത്രി. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഓട്ടങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ നെട്ടോട്ടം, ഒളിച്ചോട്ടം, പൂന്തോട്ടം, അങ്ങനെ കുറെ. അപ്പൊ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന 2 മികച്ച ഓട്ടങ്ങളെ പറ്റിയാണ് ഞാൻ പറയാൻ പോണത്. അപ്പൊ ഫസ്റ്റ് ഓട്ടം നടക്കുന്ന വർഷങ്ങൾക്ക് മുന്നേ ഞാനും അച്ഛനും കൂടി ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് പിച്ചെടുക്കാൻ വേണ്ടി അച്ഛനെ പിച്ച് നടത്തിക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോണ സമയത്തായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അറിയാതെ ഞാൻ എൻ്റെ അച്ഛനെ മുണ്ടിലൊന്ന് ചവിട്ടുന്നു. ഓൺ ദി സ്പോട്ട് അച്ഛനെ മുണ്ടിരിഞ്ഞു പോകുന്നു. അങ്ങനെ മുണ്ടില്ലാതെ കുന്നിന്റെ മണ്ടക്ക് നിൽക്കുന്ന അച്ഛന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം കൈവിട്ട് കഴിഞ്ഞാൽ ഞാൻ ഉരുണ്ടു പോകും, കൈവിട്ടില്ലെങ്കിൽ അച്ഛന് മാനം പോകും. പറഞ്ഞു വരുമ്പോൾ ഈ രണ്ടിലൊന്നും നഷ്ടപ്പെടുന്ന അച്ഛൻ ഏകദേശമൊക്കെ തീരുമാനമായി. അപ്പൊ അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ 6-ാം തമ്പുരാലെ മോഹൻലാല് പെട്ടെന്ന് സ്ഫടികത്തിലെ മോഹൻലാലെ അവസ്ഥയാ. കുറച്ചും കൂടി കാവ്യാത്മകം പറയുകയാണെങ്കിൽ, ലക്ഷ്മണനോ തോർത്തില്ല, എൻ്റെ അച്ഛനോ മുണ്ടില്ല. അങ്ങനെ മുണ്ടില്ലാതെ കുന്നിന്റെ മണ്ടക്ക് നിൽക്കുന്ന അച്ഛന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ആകെ അവസ്ഥ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അച്ഛന് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായി. മെല്ലെ ഈ ഈയാമ്പാറ്റ പോലെ എന്നെയും തോർത്തേക്കിട്ട് കയ്യിലുള്ള മുണ്ടും എടുത്ത് നമ്മുടെ കാർത്തിക്കാട്ടം വ്ളോഗ് എടുക്കാൻ വേണ്ടി വിരളി പിടിച്ചോടുന്ന ഒരു ഒറ്റ ഓട്ടാണ്. ആ ഒരു ഓട്ടത്തിന് ശേഷം അച്ഛൻ രണ്ടാമത് വീണ്ടും ഓടിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ജീവിതത്തിൽ രണ്ടാമത് മികച്ച ഓട്ടം സംഭവിക്കുന്നത് എൻ്റെ എഞ്ചിനീയറിംഗ് കാലഘട്ടത്താണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ഇയർ എക്സാം തുടങ്ങുന്നത് രാവിലെ 9 മണിക്ക്. ഞാൻ എണീക്കുമ്പം സമയം 9:30. അപ്പോൾ സാധാരണ രീതിയിൽ ഈ എക്സാം തുടങ്ങുന്നതിന് വളരെ മുന്നേ എക്സ്ട്രാ ഷീറ്റ് വാങ്ങി എഴുതുന്ന 2 പഠിപ്പിസ്റ്റുകളാണ് ഞാനും എൻ്റെ റൂംമേറ്റ് ദിവ്യയും. ഞങ്ങൾ രണ്ടുപേരും ഈ 9 മണിയുടെ പരീക്ഷയ്ക്ക് 9:30 വരെ കിടന്നുറങ്ങിയെന്ന് മനസ്സിലാക്കിയപ്പോഴേ ഞാനൊന്ന് ഞെട്ടി. എൻ്റെ തൊട്ടിപ്പുറത്ത് പോത്തുപോലെ കിടന്നുറങ്ങുന്ന ദിവ്യ ഞാനൊന്ന് തട്ടി. പരീക്ഷയ്ക്ക് നമ്മൾ ഉറങ്ങിപ്പോയി പൊട്ടിയെന്ന് പറയുമ്പോഴും ഇവിടെ ചാടി എണീറ്റ് എൻ്റെ ആറ്റിങ്ങൽ മുത്തുമണിയേ എന്ന് പറഞ്ഞ് കയ്യിൽ കിട്ടിയ കോമ്പസ് പ്രൊട്രാക്ട് ബെഡ്ഷീറ്റ് എന്നിട്ട് ടൂത്ത് ബ്രഷ് വരെ എടുത്ത് ഒരൊറ്റ ഓട്ടാണ് കോളേജിലേക്ക്. ഞാനും വിട്ടുകൊടുത്തില്ല. ബോബി ചെമ്മണ്ണൂന്ന് മനസ്സിൽ ധ്യാനിച്ച് ഞാനും പിന്നാലെ ഓടി. ഒന്നും നോക്കാതെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച, ദിവ്യ കാറ്റുപോയ ബലൂൺ പോലെ ഇങ്ങനെ ആടി ആടി വീഴുന്നു. സംഭവം ഓൺ ദ വേ അവളുടെ ബോധം പോയി. അങ്ങനെ ബോധം പോയ ഇവളെ JCB പോലെ കോരാൻ വേണ്ടി ഞാൻ പിന്നാലെ ഓടി. കോരാൻ വേണ്ടി ഞാൻ ഓടുമ്പം എവിടെ നിന്നോ വന്ന ഒരു ഫ്രീക്കൻ ചെക്കൻ ബൈക്കും കൊണ്ട് വന്ന് ഇവളതിൻ്റെ മുകളിൽ ചാടിക്കേറി ഒരൊറ്റ പോക്ക. ഞാൻ വിചാരിച്ചു, ദൈവമേ, ഈ സ്ക്രിപ്റ്റിലില്ലാത്ത ഏതൊരു ഒളിച്ചോട്ടത്തിന് ഞാൻ ദൃക്സാക്ഷി ആവാണല്ലോ. ഞാൻ ഒന്നും നോക്കിയില്ല, പിന്നാലെ ഓടി. അങ്ങനെ ഓടി ഓടി അവസാനം ദിവ്യന്റെ കണ്ടെത്തി അവളെയും കൂട്ടി ഞാൻ എൻ്റെ എക്സാമിനേഷൻ ഹാളിൽ കയറി പരീക്ഷ എഴുതാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് കാണുമ്പോൾ ടീച്ചർ നേരെ വന്ന് അറ്റൻഡൻസ് ഷീറ്റ് കൊണ്ടു തന്നു. ഷീറ്റിൽ നോക്കുമ്പോൾ എൻ്റെ പേരുമില്ല, ദിവ്യയുടെ പേരുമില്ല. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ടു. ടീച്ചർ പറഞ്ഞു, മക്കളെ, നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ മാറിയാണ് കയറിയതെന്ന്. പിന്നൊന്നും ചെയ്യാനല്ലോ. അവളെ ഞാൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഇതൊന്നും അറിയാതെ ഈ പേനയ്ക്ക് വരും ടൂത്ത് ബ്രഷും വായിൽ വെച്ച് അട്ട് നോക്കി നല്ല മുട്ടനാലോചനയാണ് ദിവ്യ. അപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കി, ചിലവരുടെ കാര്യം ശരിയാവും, ചിലവരുടെ കാര്യം ശരിയാവില്ല, ഇവളുടെ കാര്യം മൊത്തത്തിൽ ശരിയായില്ല എന്ന്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരു അവസ്ഥയിലായ സമയത്ത് എനിക്ക് മനസ്സിലായി, ഇനി അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, മെല്ലെ ക്ലാസ്സിൽ നിന്ന് പയ്യെ ഇറങ്ങാമെന്ന്. ടീച്ചറായി ചവിട്ടി പുറത്താക്കാതെ ഞങ്ങൾ രണ്ടും ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങി. അങ്ങനെ പുറത്തിറങ്ങിയ ശേഷം ഞാൻ വിചാരിച്ചു, എന്തായാലും ഞങ്ങളായി തുടങ്ങിയത് ഞങ്ങളായിട്ട് തന്നെ അവസാനിപ്പിക്കണമല്ലോ. ഇത് പരീക്ഷയില്ല കേട്ടോ, നേരത്തെ പകുതി ദിവസം ഉറക്കേ. പിന്നെ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ചോദ്യം വരുന്നുണ്ടാവും, അല്ല, നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഈ ഹീറോ തോറ്റുപോയതാണോ? തോറ്റിട്ടൊന്നുമില്ല. ഞാൻ പിന്നീട് കുറേ എക്സാം എഴുതി, കുറേ ഓട്ടങ്ങൾക്ക് ശേഷം തികഞ്ഞ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി. എന്നിട്ടോ എഞ്ചിനീയറായ ഞാൻ ഇപ്പോൾ എൻ്റെ ജീവിതം ഇതിലും വളരെ ദാരുണമായാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എങ്ങനെയാണെന്നല്ലേ, പകല് മുഴുവൻ പണി എടുത്ത് ഉച്ചക്ക് മൊത്തം മീറ്റിംഗ് ഇരുന്ന് രാത്രി മൊത്തം കോഡ് എഴുത്താണ് എൻ്റെ സുക്കറണ്ണോ. ഈ പാവം രാത്രി മൊത്തം കോഡ് എഴുത്താണ് എൻ്റെ സുക്കറണ്ണ. ആ പരീക്ഷ അങ്ങ് തോറ്റാൽ മതിയായിരുന്നു.